ഇവിടെ ദേഹത്ത് മുടിയുള്ള ഒരു പഴം ഉണ്ടല്ലോ, കുഞ്ഞൂട്ടനെ എന്തോ കുഞ്ഞൂട്ടല്ല റംബൂട്ടാൻ. ഈ റംബൂട്ടാൻ കൊണ്ടുവന്നിട്ട് ഷേവ് ചെയ്യും. എന്തിനാ ഷേവ് ചെയ്തിട്ട് ഇത് കഴിക്കത്തുള്ളൂ. അങ്ങനെ കഴിക്കുന്നേ? ആ മുടി ഏതാണ്ട് അകത്ത് പോകുന്ന. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ കുഞ്ഞൂട്ടനല്ല റംബൂട്ടാൻ, കുഞ്ഞൂട്ടൻ എന്നാണ് അതിന് പറയണത്, കോമഡിയിൽ പറയണത്. അതിൻ്റെ സീസണിൽ അതിൻ്റെ ഒരു ബഹളമാണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു സ്വന്തം വീട്ടിൽ ഉണ്ടായ ഒരു റംബൂട്ടാൻ പറിച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റിൻ്റെ അനുഭവമാണ് ഇത്. നമ്മളിതുപോലെ പറിച്ച് കഴിക്കുന്ന ഒരു ഫീലിങ്സ് അതൊന്ന് വേറെ തന്നെയാണ്. അത് നമ്മൾ കടകളിൽ നിന്ന് മേടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. 400 രൂപ വിലയുള്ള സാധനമാണ്. പക്ഷേ സ്വന്തം വീട്ടിലിങ്ങനെ ഉണ്ടായി നമ്മളിതുപോലെ അതിങ്ങനെ പറിച്ച് വേണ്ട അത് ഒന്ന് കഴിക്കണത് വേറെ രുചി തന്നെയാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത്. ഷൈനി മേഡാണ് നമ്മുടെ 10-22 വർഷമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ ഈ പാർലറും ഈ വീടുമൊക്കെ ആയിട്ട്. സാറാണ് ഇപ്പോൾ ഇതെല്ലാം പറിച്ചു തന്നത്. ഞാനിവിടെ വരുന്ന സമയത്ത് ഈ മരം ഇവിടെ ഉണ്ടായിരുന്നില്ല. 8 വർഷത്തോളമായെന്ന് പറഞ്ഞത്. ഇത് എന്ത് വെറൈറ്റിയാണ് ഇത്? N18 ആണല്ലേ? നിറച്ച് കായായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ടൈമിലാണ്, അതായത് തീരുന്ന സമയത്താണ് നമ്മൾ വന്നേക്കണത്. എന്നാലും നമുക്ക് ആവശ്യത്തിന് സാധനം കിട്ടി. മണിമല ഹോം ഗ്രോൺ നേഴ്സറിയിൽ നിന്ന് മേടിച്ച മരമാണെന്നത്. 8 വർഷത്തോളമായെന്ന് പറഞ്ഞ്. ഈ വർഷമാണോ സാർ ഇത്രയും കായ്ച്ചത്? അതിന് മുമ്പ് 1 വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചത്. 1.5 വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചു വന്നു. ഇത് ഇങ്ങനെ നമ്മൾ പറയണ ഇപ്പോൾ ഈ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നേരിട്ട് ഇതുപോലെ പറിച്ച് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. ഇതിന് വളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ജൈവ വളം വളരാറുണ്ട്. എന്താണ് സാറേ അതിനുള്ളത്? അതിന് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി. 5 കിലോ ചാണകവും മറ്റേ 2 കിലോ വീതം 9 കിലോ മിക്സ് ചെയ്തിട്ട് 2 പ്രാവശ്യം. അത് ഈ കാഴ്ച തുടങ്ങുമ്പോഴാണോ? അല്ല, കായ്ക്കുന്നതിന് മുമ്പ്. അതിന് മുമ്പിട്ട് മഴക്കാലത്ത്. പിന്നെ ഇതിന് നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എടുത്ത് ഒരു 19 കിലോ കൂടുതൽ ഉണ്ടാവും തോന്നുന്നു. 50 കിലോ കൂടുതൽ ഉണ്ടാവും തോന്നുന്നത്. 50-നടുത്ത് വരണം. ആ പുറത്തൊക്കെ ഉണ്ടാവും. നിറച്ച് കായായിരുന്നു. ഇതിപ്പോൾ തീരാറായെന്ന് മാഡം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴത്തേക്കും ഓടി വന്നതാണ്. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും കിട്ടി. ഇപ്പം റംബൂട്ടാൻ എന്താ പറയുന്നത്, പുളിശ്ശേരി, റംബൂട്ടാൻ അച്ചാർ, ഇതൊക്കെയാണ്. ജാമ് വീട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതായിരിക്കും. മാഡത്തിന് ഇവിടെ ഇത് മാത്രമല്ല, റംബൂട്ടാൻ മാത്രമല്ല. റംബൂട്ടാൻ ഇപ്പോൾ അതിൻ്റെ ടൈം ആയതുകൊണ്ട് ഞാൻ റംബൂട്ടാൻ്റെ കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ അടുത്തത് ട്രെൻഡിങ് ആയിട്ട് വരാൻ പോകുന്നതാണ് പുലാസാൻ. അതിൻ്റെ കാഴ്ച നിൽപ്പോട്ട് അതും കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. മാഡം ഇവിടെ ഡ്യൂ ഡ്രോപ്സ് എന്ന് പറയുന്ന പാർലർ വർഷങ്ങളായിട്ട് നടത്തുന്നതാണ്. NTP നഗറിലാണ്, പേരൂർക്കട NTP നഗറിൽ 55 ആണ് വീട്ട് നമ്പർ അല്ലേ? ശരിയല്ലേ? അതൊക്കെ എനിക്ക് കാണാപ്പാടെ അറിയാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും എല്ലാം നല്ല ഗാർഡനും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ വരുമ്പോൾ എപ്പോഴും നീറ്റായിരിക്കും ഇവിടെ. നല്ല പണ്ട് ഇവിടെ മറ്റേ എന്തായിരുന്നത്, താറാവിന് എന്താ പറയുന്നത്, ബൂസൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. ഏരിയയൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഇതെല്ലാം. താങ്ക് യു സാർ.
നമുക്ക് റംബൂട്ടാൻ്റെ പേരിൽ കുറച്ച് ചെടികളും അതെല്ലാം കാണാൻ പറ്റി. ഇപ്പോൾ അവിടെ പുറകിലൊക്കെ കണ്ടില്ലേ, അത് അതിലൂടെ വരുമ്പോഴത്തേക്കും അറിയില്ലായിരുന്നു അവിടെ നിങ്ങളുടെ തന്നെ ഗേറ്റ് ആണെന്നുള്ളത്. അപ്പുറത്തോട്ട് അറിയില്ല ലൈഫ് ഇവിടെ ഞങ്ങൾക്ക് വലിയ ലൈഫ്. ഇവിടെ ബാക്കിലാണ്. അതെ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓക്കെ ബൈ. ബൈ. ഇതാണ് വീടും മുകളിൽ പാർലറും, ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ട്. NPP നഗറാണിത്. NPP നഗറിൽ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ബൈ.